Program and Data Memory of 8051 Microcontroller IC. Part 1. Part 1 നമ്മൾ 8051 മൈക്രോകൺട്രോളറിൻ്റെ പ്രോഗ്രാം മെമ്മറിയെ പറ്റിയിട്ടായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവുന്നത്. പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് ഇവിടെ റോമാണ്. ആദ്യം തന്നെ റോമിൻ്റെ ഓർഗനൈസേഷൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് 8051 മൈക്രോകൺട്രോളറിൻ്റെ എൻറ്റയർ മെമ്മറി ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 8051 മൈക്രോകൺട്രോളറിന് 4 ഡിഫറെൻറ്റ് മെമ്മറീസ് ആണ് ഉള്ളത്. ഇന്റേണൽ റോം 4 KB, ഇന്റേണൽ റാം 128 ബൈറ്റ്, എക്സ്റ്റേണൽ റോം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം, ഇന്റർഫേസ് ചെയ്യാം. മാക്സിമം അപ് ടു 64 KB പോസിബിൾ ആണ്. എക്സ്റ്റേണൽ റാമും മാക്സിമം 64 KB നമുക്ക് എക്സ്റ്റേണലി ഇഫ് ദ പ്രോഗ്രാമർ റിക്വയേഴ്സ് അക്കോർഡിംഗ് ടു ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാമറിന് കൂടുതൽ സ്പേസ് വേണം പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ റൂമും എക്സ്റ്റേണൽ റാമും മാക്സിമം അപ് ടു 64 KB അത്രയും സ്പേസ് ഉള്ള എക്സ്റ്റേണൽ റൂമും എക്സ്റ്റേണൽ റാമും നമുക്ക് 8051 മൈക്രോകൺട്രോളർ ആയിട്ട് ഇന്റർഫേസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. 8051 മൈക്രോകൺട്രോളറിന്റെ റോം ഓർഗനൈസേഷന് മുമ്പ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 8051 മൈക്രോകൺട്രോളർ അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഹാർവേഡ് ആർക്കിടെക്ചർ അനുസരിച്ചിട്ടാണ് ഈ ഒരു കൺട്രോളർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാർവേഡ് ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഹാർവേഡ് ആർക്കിടെക്ചർ വെച്ച് പ്രിപ്പയർ ചെയ്തിരുന്ന ഏതൊരു ഐസിയിലും അതിനൊരു സെപ്പറേറ്റ് പ്രോഗ്രാം മെമ്മറിയും സെപ്പറേറ്റ് ഡാറ്റ മെമ്മറിയും ഉണ്ടായിരിക്കും. പ്രോഗ്രാം എഴുതാൻ ഒരു സെപ്പറേറ്റ് മെമ്മറി, ഡാറ്റയ്ക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് മെമ്മറി ഉണ്ടായിരിക്കും ഹാർവേഡ് ആർക്കിടെക്ചർ അനുസരിച്ച് ഉണ്ടാക്കുന്ന ചിപ്സിൽ. അപ്പോൾ 8051 ഫോളോ ചെയ്യുന്ന ഹാർവേഡ് ആർക്കിടെക്ചർ ആണെന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിന് സെപ്പറേറ്റ് പ്രോഗ്രാം മെമ്മറി ഉണ്ടാവും, സെപ്പറേറ്റ് ഡാറ്റ മെമ്മറിയും ഉണ്ടാവും. ഇവിടെ പ്രോഗ്രാം മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്നത് റോം ആയിരിക്കും, ഡാറ്റ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്നത് റാം ആയിരിക്കും. ഇതിൽ പ്രോഗ്രാം മെമ്മറി റോം ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിൻ്റെ നമ്മളിപ്പോൾ 8051 യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസിന് ഒരു ഡിവൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാം എപ്പോഴും ഫിക്സ്ഡ് ആണ്. ആ പ്രോഗ്രാം ഒരു വ്യത്യാസവും ഇല്ല, അതെപ്പോഴും ഫിക്സഡ് പ്രോഗ്രാമാണ്. നമ്മളൊരു പ്രോഗ്രാം എഴുതും, ആവശ്യത്തിനനുസരിച്ച് ഒരു പ്രോഗ്രാം എഴുതും, ആ പ്രോഗ്രാമിനെ കൺട്രോളറിലേക്ക് ബേൺ ചെയ്ത് കയറ്റും, എന്നിട്ട് ആ കൺട്രോളറിനെ നമ്മൾ സർക്യൂട്ടിൽ വെച്ച് കൊടുക്കും. ഒരു പ്രാവശ്യം പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ പ്രോഗ്രാമിന് ദർ ഈസ് നോ ചേഞ്ച്, പ്രോഗ്രാം ഈസ് ഫിക്സഡ്. സോ ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് അത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? റോമിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ റോം നോൺ വോളറ്റൈൽ ആണ്, അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും? റോമിൽ പ്ലേസ് ചെയ്യും. അതേസമയം ഡാറ്റ എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. പല ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഡാറ്റയ്ക്ക് മാറ്റം സംഭവിക്കാം, ചേഞ്ച് ചെയ്ത് വരാം. അതുകൊണ്ട് ചേഞ്ചസ് വരാൻ കാരണമുള്ളത് കൊണ്ട് റാമിൽ നമ്മൾ ഡാറ്റേനെ പ്ലേസ് ചെയ്യും. ഡാറ്റ മെമ്മറി ആയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യണു? റാം യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു AC നോക്കുക. AC വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വർക്ക് ചെയ്യാൻ അതിൻ്റെ ഉള്ളിൽ ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും. അത് ഡിവൈസ് മുഴുവനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോളറിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെ വേണം എന്നുള്ള പ്രോഗ്രാം ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രോഗ്രാം ലോഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സപ്പോസ് അത് റോമിലായിരിക്കും. അതുപോലെ തന്നെ റാമിലായിരിക്കും എന്ത് വരുന്നത്? ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഡാറ്റ എന്തായിരിക്കും? സപ്പോസ് ഞാൻ ഈ പറയുകയാണ് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് എനിക്ക് വേണ്ട ടെമ്പറേച്ചർ. AC ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ അതെനിക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലേ? 25 ഡിഗ്രി എന്നത് എനിക്ക് 18 ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ടെമ്പറേച്ചർ ആക്കി മാറ്റാൻ പറ്റും. ആ ഡാറ്റ വാരി ചെയ്യാവുന്നതാണ്. അങ്ങനെ വാരി ചെയ്യാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ ആ ഡാറ്റേനെ നമ്മൾ എവിടെയാവും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? റാമിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എൻറ്റയർലി ആ ഒരു ഡിവൈസിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു റിമോട്ടിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇന്ന ഫങ്ഷൻ നടക്കണം, സ്വിങ് ചെയ്യണം, ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഹൈക്കുള്ളിൽ പോകണം, അങ്ങനെ പല ഫങ്ഷൻസ് ഉണ്ടായിരിക്കും ഒരു ഡിവൈസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓരോ ഫങ്ഷനും ഓരോ ആ ഡിവൈസിൻ്റെ ഓരോ പർട്ടിക്കുലർ പാർട്ടും എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓൾറെഡി ഫിക്സഡ് ആയിട്ട് റോമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എല്ലാ ചേഞ്ച് വരുന്ന ഡാറ്റ എന്ന് വെച്ചാൽ ഡാറ്റ മാത്രമാണ് എവിടെ ഉണ്ടാവുക? റാമിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ നമ്മൾ ഈ പറഞ്ഞ പോലെ. ഇപ്പോൾ പറഞ്ഞു വന്നത് റോമിലാണ് 8051 മൈക്രോ കൺട്രോളറിന്റെ കേസിൽ റോമിലാണ് പ്രോഗ്രാം സേവ് ചെയ്യുക, റാമിലാണ് ഡാറ്റ സേവ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരു കാര്യം ഒന്ന് നോക്കാനുള്ളത്, ഹിയർ ദർ ആർ സം ഫിക്സഡ് ഡാറ്റ. ചില ആസ്കി കോഡുകൾ, അതുപോലെ ഡാറ്റ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ, SSTയുടെ കോഡ്സ്, ഇതെല്ലാം ഫിക്സഡ് ഡാറ്റയാണ്. ഇങ്ങനെയുള്ള ഫിക്സഡ് ഡാറ്റയും ദാറ്റ് വിൽ ബി സ്റ്റോറിങ് ഇൻസൈഡ് ദ റൂം. അത് നമുക്ക് വേണമെങ്കിൽ
റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആസ്കി കോഡ്സ് പോലെയുള്ള ഫിക്സഡ് ഡാറ്റ, ചേഞ്ച് ഇല്ലാത്ത ഡാറ്റേനെ നമുക്ക് വേണമെങ്കിൽ എവിടെ സ്റ്റോർ ചെയ്യാം? റൂമിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ചെറുതായി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ 8051 മൈക്രോ കൺട്രോളറിന്റെ അപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എംബഡഡ് സിസ്റ്റംസിൽ 8051 യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് റിമോട്ട് കൺട്രോൾ, മൈക്രോവേവ് ഓവൻ, വാഷിംഗ് മെഷീൻ, ഇങ്ങനെ പലതിലും. സോ ഈ ഒരു കൺട്രോളറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ഓഫ് ദ കൺട്രോളർ എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഏത് അപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എപ്പോഴും എന്താണ്? ഫിക്സഡ് ആണ്. സോ ഫിക്സഡ് ആയിട്ടുള്ള ആ പ്രോഗ്രാമിന് ഒരു വ്യത്യാസം വരാത്ത ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണു? റൂമിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബട്ട് ഡാറ്റ മേ ബി ചേഞ്ച്. ഡാറ്റ മേ ചേഞ്ച് ഇൻ ആപ്ലിക്കേഷൻ ലൈക്ക് ടെമ്പറേച്ചർ, ടൈം, അതുപോലെ അങ്ങനെ വ്യത്യാസം വരാവുന്ന ഡാറ്റ, വളറ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? റാമിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ റൂം. ജസ്റ്റ് ലൈക്ക് ആസ്കി കോഡ്സ്, SSD, 7 സെഗ്മെന്റ് ഡിസ്പ്ലേ കോഡ്സ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ, ഫിക്സഡ് ഡാറ്റ ഉള്ളത് വേണമെങ്കിൽ റൂമിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പൊതുവേ നമ്മൾ റൂമിൽ എന്ത് സ്റ്റോർ ചെയ്യും? പ്രോഗ്രാം സ്റ്റോർ ചെയ്യും. റാമിൽ എന്ത് സ്റ്റോർ ചെയ്യും? ഡാറ്റ സ്റ്റോർ ചെയ്യും. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റോം ഓർഗനൈസേഷൻ ഓഫ് 8051 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051. അറിയാലോ, പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? റോമാണ് 8051 മൈക്രോ കൺട്രോളറിന്റെ കേസിൽ. ഇതിന്റെ ഓർഗനൈസേഷൻ, ഇതിന്റെ വർക്കിംഗ്, ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. 8051 ICയുടെ കേസിൽ നമുക്ക് സപ്പോസ് നമ്മൾ ഇന്റേണൽ റോം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക പ്രോഗ്രാമർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 8051 ICക്ക് EA ബാർ എന്ന് പറയുന്ന ഒരു പിൻ ഉണ്ട്. EA ബാർ പിൻ എന്തായിട്ട് വെക്കണം? ലോജിക് 1 ആക്കി വെക്കണം. EA ബാർ പിന്നെ ലോജിക് 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്റേണൽ റോം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കൺട്രോളർ, 8051 മൈക്രോ കൺട്രോളർ ഇന്റേണൽ റോം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ റോമിനെ പറ്റി അറിയാം. ഇന്റേണൽ റോമിന്റെ സൈസ് എത്രയാണ്? 4 KB ആണ്. ഡിഫോൾട്ട് അഡ്രസ് എവിടെ തൊട്ട് എവിടെ വരെ പറ്റും? 0000H2 0FFFH വരെ ഇന്റേണൽ റൂമിന് അഡ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്റേണൽ റൂമിന്റെ സൈസ് 4 KB ആണ്. നമ്മളൊരു പ്രോഗ്രാമിൽ ഇത് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ EA ബാർ എന്ന് പറയുന്ന ടെർമിനൽ, ആ ഒരു പിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഒരു എസെൻഷ്യൽ റോളാണ് ഈ ഒരു 8051 കൺട്രോളറിന്റെ കേസിൽ EA ബാർ പിൻ ഇവിടെ പ്ലേ ചെയ്യുന്നത്. EA ബാർ പിൻ എക്സ്പ്ലെയിൻസ് യു വെദർ യു യൂസ് ഇന്റേണൽ റൂം ഓർ നോട്ട്. ഇന്റേണൽ റൂം നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞു തരാണ് എന്ത് ചെയ്യുന്നത്? EA ബാർ പിൻ അവിടെ ചെയ്യുന്നത്. സോ ആസ് ഇഫ് യു യൂസ് ഇന്റേണൽ റൂം, മേക്ക് ഷുവർ EA ബാർ പിൻ is connected to logic 1, that is connected to VCC ആയിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ് അതിലേക്ക് ലോജിക് 1 ചെല്ലുന്നത്, അല്ലേ? സോ whenever you are making EA bar pin is equal to logic 1, you are using internal ROM. അപ്പോൾ EA ബാർ പിന്നിന്റെ ആ പ്രത്യേകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൽ നമ്മൾ ഇന്റേണൽ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ പിന്നിന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ലോജിക് 1 ആണോ 0 ആണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ EA ബാർ പിന്ന് 1 ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രോഗ്രാമിൽ നമ്മൾ ഇന്റേണൽ റോം ഓഫ് ദ മൈക്രോ കൺട്രോളറിനെ നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. So, as if the programmer is not interfacing with the external memory, only internal ROM is available. അല്ലെ, എക്സ്റ്റേണൽ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വെറും ഇന്റേണൽ മെമ്മറി മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് EA ബാർ പിന്നിനെ 1 ആക്കി വെക്കാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ റൂമും കൂടെ വേണ്ടി വരികയാണ് എന്ന് കണക്കാക്കുക പ്രോഗ്രാമറിന്, അപ്പോഴും EA ബാർ പിന്നെ 1 ആക്കി വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ റൂമിന്റെ ഇൻഡിക്കേഷൻ ആണ് EA ബാർ പിൻ എന്ന് പറയുന്നത്. സോ EA ബാർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ടാമത്തെ കേസിൽ ഇന്റേണൽ റൂം യൂസ് ചെയ്യാണ്, എക്സ്റ്റേണൽ റൂം യൂസ് ചെയ്യാണെന്ന് വിചാരിക്കും. അപ്പോഴും ഇന്റേണൽ റൂം നമ്മളവിടെ യൂസ് ചെയ്യണ്ടല്ലോ. ഇന്റേണൽ റൂം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ കേസിലും EA ബാർ പിന്നെ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ EA ബാർ പിന്നെ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? നമ്മളവിടെ ആ കൺട്രോളറിൽ നമ്മൾ ഇന്റേണൽ റൂമിനെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, പ്രോഗ്രാം നമ്മൾ ഇന്റേണൽ റൂമിൽ എഴുതിയിട്ട് ആ ഒരു ഭാഗം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് EA ബാർ പിൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റോം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്റേണൽ റോമിന്റെ ഡിഫോൾട്ട് അഡ്രസ്സ് നമുക്കറിയാം എത്രയാണ്? 0000H2 0FFFH വരെയാണ്. എക്സ്റ്റേണൽ റോമിന്റെ അഡ്രസ്സ് തുടങ്ങുന്നത് FFFF
1000H2FFFFH വരെയാണ്. അപ്പോൾ 1000H2FFFFH വരെയാണ്. അപ്പോൾ 0FFFH കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന അടുത്ത ലൊക്കേഷനാണ് 1000H എന്ന് പറയുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്റേണൽ റൂമിന്റെ സൈസ് 4 KB ആണ്. എക്സ്റ്റേണൽ റൂം 60 KB. ശരിക്കും പറഞ്ഞാൽ ടോട്ടലായിട്ട് നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്നത് 64 KB മാത്രമാണ്. ഇന്റേണലും എക്സ്റ്റേണലും കൂട്ടി മൊത്തത്തിൽ റൂമിന് മെമ്മറി എത്രയും മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞോലേ 64 KB മെമ്മറിയാണ് ടോട്ടലി നമുക്ക് റൂമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇന്റേണലും എക്സ്റ്റേണലും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എത്ര വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ആ കൺട്രോളറിനെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളൂ? 64 KB. അതിനനുസരിച്ചുള്ള മാനുഫാക്ചറിങ് ആണ് അതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്റേണലും എക്സ്റ്റേണൽ റൂമും അടക്കം 64 KB റൂം യൂസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി 4 KB ഇന്റേണൽ റൂമിന് യൂസ് ചെയ്തു. ബാക്കി ഇനി എത്ര KB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്റ്റേണൽ റൂമായിട്ട്? 60 KB റോമായിരിക്കും എക്സ്റ്റേണൽ റാമായിട്ട് കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇന്റേണൽ റൂം യൂസ് ചെയ്യുന്നുണ്ട്, ഇനി എക്സ്റ്റേണൽ റൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ആ എക്സ്റ്റേണൽ റൂമിൽ 60 KB വരെയാണ് നമുക്ക് പറ്റുക. ഓൾ ടുഗെദർ ഇന്റേണലും എക്സ്റ്റേണലും കൂടി മൊത്തം 64 KB സൈസുള്ള ഒരു റൂമായിട്ട് നമുക്ക് 8051 യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ മാക്സിമം 64 KB റൂമാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് 8051 മൈക്രോ കൺട്രോളർ ICയുടെ കേസിൽ. ഇനി ഇന്റേണൽ റൂം യൂസ് ചെയ്യണില്ല എന്ന് വിചാരിക്കുക, എക്സ്റ്റേണൽ റൂം മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് EA ബാർ പിന്ന് എന്താക്കി സെറ്റ് ചെയ്യണം? 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. EA ബാർ പിന്ന് 0 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? EA ബാർ പിന്ന് 1 ആണെങ്കിൽ ഇന്റേണൽ റാം യൂസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. EA ബാർ പിന്ന് 0 ആണെങ്കിൽ ഇന്റേണൽ റാം യൂസ് ചെയ്യണില്ല, നമ്മൾ അവിടെ എക്സ്റ്റേണൽ റൂം മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നർത്ഥം. EA ബാർ പിന്നെ 1 ആണെങ്കിൽ ഇന്റേണൽ റൂം യൂസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇന്റേണൽ റൂം മാത്രമല്ല, വേണമെങ്കിൽ എക്സ്റ്റേണൽ റൂം യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ എന്തെന്നെ വെക്കാം? EA ബാർ പിന്നെ 1 ആയിട്ട് വെക്കാം. ആ സമയത്ത് ഇന്റേണൽ റൂം നമ്മൾ ഒട്ടും യൂസ് ചെയ്യണില്ല, വി ആർ യൂസിങ് ഓൺലി എക്സ്റ്റേണൽ റൂം എങ്കിൽ EA ബാർ പിൻ ഓഫ് ദ 8051 മൈക്രോ കൺട്രോളർ IC മസ്റ്റ് ബി കെപ്റ്റ് 0 അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എക്സ്റ്റേണൽ റൂമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റേണൽ റൂം ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഓൾറെഡി അറിയാം റൂം മാക്സിമം എത്ര വരെ യൂസ് ചെയ്യാൻ പറ്റും? സൈസ് 64 KB. അപ്പോൾ എക്സ്റ്റേണൽ റൂം നമുക്ക് 64 KB സൈസാണ് ടോട്ടലായിട്ട് എക്സ്റ്റേണൽ റൂം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ എവിടെ തൊട്ട് എവിടെ വരെയും 64 KB എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ അഡ്രസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 0000H2FFFFH വരെയാണ്. ഓക്കെ, ഇനി ഈ എക്സ്റ്റേണൽ റൂം ഈ താഴെ 60 KB, രണ്ടാമത്തെ കേസിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റൂം വരുന്ന സമയത്ത് 60 KB എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ 60 KBയുടെ ഒരു എക്സ്റ്റേണൽ റൂം ഒന്നും വാങ്ങാൻ കിട്ടില്ല. ആകെ കൂടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 32 KBയുടെ റൂം, അതുപോലെ 64 KBയുടെ റൂം. 32 KB റൂമായിട്ട് എക്സ്റ്റേണൽ റൂം നമുക്ക് വാങ്ങാൻ പറ്റും, 64 KB റൂം നമുക്ക് വാങ്ങാൻ സാധിക്കും. പക്ഷെ നമുക്ക് അതിൽ 60 KB വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം 8051 മൈക്രോ കൺട്രോളറിൽ ഓൾ ടുഗെദർ 64 KB റൂമാണ്, അതുപോലെ തന്നെ 64 KB റാം തന്നെയാണ് നമുക്കവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ റൂം കണക്ട് ചെയ്യുന്ന സമയത്ത് 64 KB റൂമിൻ്റെ ആ ഒരു NDR ചിപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ NDR ചിപ്പ് നമുക്കവിടെ അതിന് എക്സ്റ്റേണൽ റൂമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് 8051 മൈക്രോ കൺട്രോളറിൻ്റെ റൂം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്.